നടി അനാർക്കലി മരക്കാറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമാ താരം തന്നെയാണ്. തനിക്കിപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തിനെക്കുറിച്ചാണ് അനാർക്കലി പറയുന്നത്. ഇങ്ങനെയാണ്: മുംബൈയിലെ ധാരാവി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് താൻ തട്ടിപ്പിനിരയായെന്ന് നടി അനാർക്കലി മാർക്കോസും അമ്മയും നടിയുമായ ലാലി PM മക്കളായ ലക്ഷ്മിക്കും അനാർക്കലിക്കുമൊപ്പം ധാരാവി റെയിൽവേ സ്റ്റേഷനിൽ ലാലി ഒരു ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയ ശേഷം നടന്ന വിചിത്രമായ കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. മുംബൈയിലേക്കുള്ള ട്രെയിൻ യാത്ര അതിമനോഹരമായിരുന്നു. പിന്നീട് 4 ദിവസം ഓർമ്മകൾ അയവിറക്കി കളിച്ചും ചിരിച്ച് മനോഹരമായ ഒരു യാത്ര. കാണാൻ പോയ സ്ഥലങ്ങൾ ആസ്വദിച്ച് ഭക്ഷണങ്ങളും ഫോണിലെ ഫോട്ടോകളും എല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞ് സന്തോഷിച്ച് ധാരാവിയിലെത്തുകയാണ്. ധാരാവി മഴ നനഞ്ഞ് കുതിർന്ന് വൃത്തിയില്ലാത്ത ഫ്ലാറ്റുകളും ആൾക്കൂട്ടങ്ങളും ബഹളങ്ങളും കോലാഹലങ്ങളും എല്ലാം നിറഞ്ഞ് നമ്മളെ വല്ലാതെ വിയർപ്പ് മുട്ടിക്കുന്നു. എത്ര പെട്ടെന്നും പുറത്ത് കടന്നാൽ മതിയാവും. പുറത്തെത്തിയാൽ ഉടൻ തന്നെ ഒരു ഓട്ടോയോ ടാക്സിയോ കിട്ടുകയാണെങ്കിൽ അതിൽ കയറിപ്പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കണ്ട ആളെ തന്നെ സമീപിക്കുകയും സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. 300 രൂപയാകുമെന്ന് പറഞ്ഞു. ഊപ്പറിലാണെങ്കിൽ 289 രൂപയും. സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഞാനാണ് പറഞ്ഞത് ഒരു 11 രൂപ പ്രശ്നമല്ല, ഇവരുടെ ഓട്ടോയിൽ തന്നെ പോകാമെന്ന്. ഞങ്ങൾ കയറിയിരുന്നു. പോകേണ്ട സ്ഥലം പറഞ്ഞു. എല്ലാമൊക്കെ കംഫർട്ടബിളായി. ഐശ്വര്യമുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. ഓട്ടോയും തരക്കേടില്ലായിരുന്നു. സാമാന്യം വലിയ ഓട്ടോ തന്നെയായിരുന്നു. ഫ്രണ്ടിലും വേണമെങ്കിൽ ഒരാൾക്കിരിക്കാം, ബാക്കിൽ ലഗേജും വെക്കാൻ സ്ഥലമുണ്ട്. ഞങ്ങൾ കയറിയിരുന്നു. പോകേണ്ട സ്ഥലങ്ങൾ പറഞ്ഞു. എല്ലാമൊക്കെ കംഫർട്ടബിളായിരുന്നു. പക്ഷേ ഞങ്ങളെ നയിച്ച ആളല്ല ഓട്ടോക്കാരൻ, അത് മറ്റൊരാളാണ്. അയാൾ വന്നു കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തു. മുമ്പേ 200 രൂപ 7 നോട്ടുകൾ എടുത്തു തന്നിട്ട് 3 500 നോട്ടുകളും തരാമെന്ന്, ബാക്കി 100 രൂപ ഓട്ടോ ചാർജും കുറച്ച് മതിയെന്ന് പറഞ്ഞു. ചെറിയ ഒരു അസ്വാഭാവികത തോന്നിയെങ്കിലും ATMൽ ഇടാനുള്ള ബാക്കിയെല്ലാം 500 നോട്ടാണെന്നും പറഞ്ഞു. അതെല്ലാം തന്നെ കൺവിൻസിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ പച്ച മലയാളത്തിൽ മോളോട് പറഞ്ഞു, ശ്രദ്ധിക്കണേ കേട്ടോ, കള്ളനോട്ടാണെങ്കിലോ എന്ന്. അത് ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ എന്ന് തിരിച്ചറിയാവുന്ന നോട്ടുകൾ തന്നെയായിരുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ ഓട്ടോയിലെ നീല വെളിച്ചം നിറഞ്ഞ ഒരു ബൾബ്, നല്ല മാല പോലെ നിരന്നു നിൽക്കുന്ന കുറേയേറെ നീല ബൾബുകൾ. ഞാൻ നോട്ട് തിരിച്ചു മറിച്ചു നോക്കി. അതിൻ്റെ തിരക്കിലും ലക്ഷ്മി ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞങ്ങളോട് എന്തോ പറയുന്ന തിരക്കിലായിരുന്നു. അനാർക്കലിയുടെ ബാഗിൽ നിന്നും പൈസ എടുത്തു കൊടുത്തു. കൊടുത്ത ഉടൻ തന്നെ ഇത് 100ൻ്റെ നോട്ടാണെന്ന് പറഞ്ഞു. അയാൾ പൈസ തിരിച്ചു തന്നു. അവൾ ഒന്നും നോക്കിയില്ലെങ്കിലും അവൾക്ക് തെറ്റിയത് ആയിരിക്കുമെന്ന് ധാരണയിൽ സോറി പറഞ്ഞു വേറെ പൈസ ഇല്ല എന്ന് പറയുകയും ഒരു നിമിഷം വല്ലാതെ കൺഫ്യൂഷൻ ആവുകയും ഞാൻ നീല വെളിച്ചം ഓഫ് ചെയ്യാൻ പറയുകയും ഓട്ടോറിക്ഷക്കാരൻ വണ്ടി പോകുന്നില്ല എന്ന് പറയുകയും ഇറങ്ങി പോവുകയും ചെയ്തു. എല്ലാം കൂടി 1/2 മിനിറ്റ് എടുത്തു കാണും. ഞങ്ങളെ ഓട്ടോയിലേക്ക് നയിച്ച് വന്ന ആൾ വേറെ വണ്ടി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി മറ്റൊരു കാറിൽ കയറിയതോ 300 രൂപ പറഞ്ഞ് സമ്മതിച്ചു. ഞങ്ങൾ യാത്ര തുടങ്ങുകയും ചെയ്തു. പെട്ടെന്നൊരു കണ്ണ് കെട്ടി നിന്ന് ഉണർന്നതുപോലെ ഞങ്ങൾക്ക് തോന്നി. അന്നക്കിളി ഉറപ്പിച്ചു പറഞ്ഞു അവളുടെ കയ്യിൽ 500ൻ്റെ 3 നോട്ടുകളാണ് ഉണ്ടായിരുന്നതെന്ന്. പിന്നെ കുറേ ചില്ലറകളും. കാരണം ട്രെയിനിൽ നിന്ന് ഞാൻ ചില സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അവളാണ് പൈസ കൊടുത്തത്. അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലായില്ല. കബളിക്കപ്പെട്ടു എന്ന് അറിയാൻ തന്നെ ഞങ്ങൾക്ക് വീണ്ടും ചില മിനിറ്റുകൾ എടുത്ത്. അന്നൊരു വല്ലാത്ത അനുഭവമായിരുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊടുക്കുന്ന അസ്വാഭാവികമായ കണ്ണുകെട്ടി വിദ്യ ഞങ്ങളെ വല്ലാതെ പേടിപ്പിച്ചു. നഷ്ടപ്പെട്ടത് 1200 രൂപ ഓർത്തിട്ട് വല്ലാതെ ആയിരുന്നു. 300 അയാൾ തിരിച്ചു തന്നിരുന്നല്ലോ. ഇതെങ്ങനെയാണ് കൃത്യമായി തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥ. ഈ കബളിപ്പിക്കലിൻ്റെ തിരക്കഥയും സജ്ജീകരണവും കൃത്യമായിരുന്നു. ഞങ്ങളുടെ മുഖത്ത് ഞങ്ങളുടെ ഭാഷയിലും ഒരു ഇരയെ തിരഞ്ഞെടുക്കാനുള്ള ആദ്യ പടിയായിരുന്നു. ഒരാളെ ആകർഷിക്കാനുള്ള എല്ലാ ഭാവവ്യതിയാനങ്ങളും ഉള്ള ആളായിരുന്നു ഞങ്ങളെ നയിച്ചിരുന്ന ആ മനുഷ്യർ. പൈസ ഒട്ടും കൂടുതൽ പറയാതെ അയാൾ ഞങ്ങളിൽ ഒരു ഇമാജിൻ ക്രിയേറ്റ് ചെയ്തു. 200ൻ്റെ 7 നോട്ട് ആദ്യം കയ്യിലേക്ക് തന്ന നിമിഷം ഓട്ടോക്കാരൻ ഞങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു. ഞങ്ങൾ 3 പേരെ 3 തരത്തിൽ എൻഗേജ്ഡ് ആക്കി. ആ നിലയിൽ വെളിച്ചം ഞങ്ങളെ കുറച്ച് സമയത്തേക്ക് മായാക്കാഴ്ചയിലാക്കി. ഞങ്ങളുടെ പ്രാണൻ തിരിച്ചു കിട്ടി മുമ്പേ ഓട്ടോക്കാരൻ അപ്രത്യക്ഷനായി. അതേ മായാക്കാഴ്ചയുടെ പ്രഭാവത്തിൽ നിന്നും പുറത്തു കടക്കും മുമ്പേ മറ്റൊരു കാറിലേക്ക് ഞങ്ങൾ കയറുകയും ചെയ്തു. ആ ഓട്ടോ ഇപ്പോഴും ദദർ റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഏറ്റവും ആദ്യം തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എൻ്റെ കയ്യിലകത്തിലും നീല വെളിച്ചത്തിലും മുഖമടച്ച് വീഴുന്ന അടുത്ത ഇരയും കാത്ത് എന്ന്